അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 102ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ ഖന്തക്കിന് ശേഷം അതിനിടയിലുണ്ടായ ചില സൈനിക പര്യടനങ്ങളെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. ഈ ഒരു ഭാഗം മുതൽ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു എപ്പിസോഡ് ആ ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ, ചരിത്രകാരനും മുഹദ്ദിസും സീറിയയുടെ പ്രധാനപ്പെട്ട ആദ്യകാല അതോറിറ്റികളിൽ ഒരാളുമായിട്ടുള്ള ഇബ്നു ശിഹാബ് അസ്-സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇബ്നു കസീറും ഇബ്നു ഹിശാം എല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. മാ ഫുത്തിഹ ഫിൽ ഇസ്ലാമി ഫത്ഹുൻ ഖബലൽ ഹുദൈബിയ കാന അളമു മിൻഹു. ഹുദൈബിയേക്കാൾ മറ്റൊരു വലിയ വിജയം ഇസ്ലാമിന് മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ബദറും അതേപോലെ തന്നെ ഖന്തക്ക് ഇതേ രൂപത്തിലുള്ള യുദ്ധങ്ങളിലെല്ലാം വിജയം നേടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇൻവേർഡാണ്. അതേസമയം ഈ ഒരു സന്ധിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഔട്ട്വേർഡായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആ ഗ്രോത്ത് സംഭവിക്കുന്നത് ആ സന്ധിയുടെ സമയമാണ്. ശേഷം അദ്ദേഹം പറയാണ്, വലഖദ് ദഖലു ഫിൽ ഇസ്ലാമി ഫീ തിൽക സനതി അളഅഫ മാ കാന ഫിൽ ഇസ്ലാമി ഖബല ദാലിക്. മറ്റേത് സന്ദർഭങ്ങളേക്കാൾ ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ ഒഴുക്കുണ്ടായത് ആ ഒരു സന്ധിക്ക്, ആ ഒരു കരാറിന് ശേഷമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ശത്രുക്കൾക്കെതിരെ നിരവധി യുദ്ധങ്ങളിൽ പ്രത്യക്ഷമായിട്ടുള്ള വിജയങ്ങൾ മുസ്ലിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ബദറിലും ഖന്തക്കിലും അതേപോലെ നിരവധി യുദ്ധങ്ങൾ അവർ വിജയം നേടിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും പ്രത്യക്ഷ വലിയ വിജയം അല്ലാഹു വിശേഷിപ്പിച്ചിട്ടില്ല. അതേസമയം അതേ ശത്രുക്കളായിട്ട് ആ സുൽഹ, ആ സമാധാന സന്ധി, ആ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 48ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹിൽ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, പ്രത്യക്ഷ വിജയമെന്ന് അള്ളാഹു അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നത് ഹുദൈബിയ സന്ധിയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള ആ ഒരു വളർച്ച നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഹുദൈബിയ സന്ധിയിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പിന്നീട് നമ്മൾ പറയും. അതിൽ പങ്കെടുത്ത മുസ്ലിങ്ങളുടെ അനുയായികളുടെ എണ്ണം പരിശോധിക്കുന്ന സമയത്ത് 1400 1500 മാത്രമാണ്. അതേസമയം കേവലം 2 വർഷം കഴിഞ്ഞ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്ക സംഭവിക്കുകയാണ്. അതിനും നിമിത്തമാകുന്നത് ഈ ഒരു സന്ധിയാണ്. ആ ഫതഹ് മക്കയിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ അതിൻ്റെ 10 ഇരട്ടി 10,000-ഓളം അനുയായികളെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും 2 വർഷം കഴിഞ്ഞ് ഹിജറ വർഷം 10 റസൂലുള്ളാഹിൻ്റെ വിടവാങ്ങൽ ഹജ്ജത്തുൽ വിദാഇൽ 1,00,000-ലധികം അനുയായികളെ കാണാണ്. അപ്പോൾ തികച്ചും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ ലഭിച്ചതോടുകൂടെ, ആ ഒരു മണ്ണ് ലഭിച്ചതോടുകൂടെ സമാധാനത്തിൻ്റെ മതമായിട്ടുള്ള ഇസ്ലാം അവിടെ തഴച്ച് വളരുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ടും യഥാർത്ഥത്തിൽ ഈ സീറ പരമ്പരക്ക് തുടക്കം കുറിക്കാനുണ്ടായ ഒരു നിമിത്തം അത് ഹുദൈബിയായിരുന്നു. ഹുദൈബിയെ സംബന്ധിച്ച് പറയാനിരുന്ന സമയത്താണ് എന്തുകൊണ്ട് മൊത്തം ആ ജീവചരിത്രം പറഞ്ഞുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പരമ്പര തന്നെ തുടങ്ങാനുണ്ടായ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് ആ ഹുദൈബിയുടെ മുഴുനീള ചരിത്രം പരാമർശിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സൂറത്ത് 48ാമത്തെ അധ്യായം സൂറത്തുൽ ഫത്ഹ് ആയിരിക്കും. ഈ ഒരു ചരിത്രം കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ആ സൂറത്തായിട്ട് പുതിയൊരു ബന്ധം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നേരത്തെ ബനൂ നദീറിൻ്റെ ചരിത്രത്തിലൂടെ സൂറത്തുൽ ഹശ്ർ വായിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ബനുൽ മുസ്തലഖിൻ്റെ ചരിത്രം കേട്ടതിന് ശേഷം സൂറത്തുൽ മുനാഫിഖൂൻ വായിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഖന്തക്ക് യുദ്ധം കേട്ട് സൂറത്തുൽ അഹ്സാബിലേക്ക് പോകുന്ന സമയത്ത് തികച്ചും വിപരീതമായിട്ടുള്ളൊരു ചിത്രം ആ സൂറത്തിനെ സംബന്ധിച്ച് ലഭിക്കുന്നത് പോലെ ഈ സൂറത്തുൽ ഫത്ഹ് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ്. അപ്പോൾ പല ആളുകളും ആ സൂറത്തിൽ പറയുന്ന ആ വിജയം, ആ പ്രത്യക്ഷ വിജയം എന്നുള്ളത് അത് ഫതഹ് മക്ക വിജയമാണെന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് സ്വഹാബികൾ പോലും ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, തഅദൂന അൻതുമുൽ ഫത്ഹു മക്ക. അവിടെ അള്ളാഹു വലിയ വിജയമായിട്ട് പറയുന്നത് അത് മക്ക വിജയമായിരുന്നെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. വഖദ് കാന ഫത്ഹു മക്ക ഫത്ഹൻ അളീമ. തീർച്ചയായിട്ടും മക്ക വിജയം വലിയ വിജയമാണ്. പക്ഷേ ഇവിടെ സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറയുന്ന ആ വിജയം അത് ആ ബൈഅത്തുർ റിദ്വാൻ അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചായിരുന്നെന്ന് പിന്നീട് അറിഞ്ഞു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സൂറത്തുൽ ഫത്ഹിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലഖദ് ഉൻസിലത് അലയ്യ ലൈലത്ത സൂറ, എനിക്ക് ഈ രാത്രി എനിക്കൊരു സൂറത്ത് ലഭിച്ചു, ഈ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ച് അതല്ലെങ്കിൽ ലോകത്തുള്ള മറ്റെന്തിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് ആ സൂറത്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സുമ്മ ഖറഅ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ശേഷം റസൂലുള്ളാഹി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആ സൂറത്തും പ്രത്യേകമായിട്ട് നിങ്ങൾ അടിവരയിടുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു ആമുഖത്തോടു കൂടെ നമ്മൾ ആ ഹുദൈബിയുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മളിതിനെ പൊതുവെ സുൽഹുൽ ഹുദൈബിയ സന്ധി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതേസമയം ആദ്യകാല രചനകളിലും എന്തിനേറെ സ്വഹാബികൾ പോലും അതിനെ ഗസ്വയുടെ കൂട്ടത്തിൽ ഗസ്വത്തു ഹുദൈബിയ,
ഹുദൈബിയ യുദ്ധം എന്നുള്ള രൂപത്തിലാണ് അവർ വിശേഷിപ്പിച്ചതായിട്ട് കാണുക. സലമ ഇബ്നു അക്വ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ സബ ഗസ്വാത്ത്, റസൂലുള്ളാഹിൻ്റെ കൂടെ 7 യുദ്ധങ്ങൾ, ഇപ്പോൾ നേരത്തെ ഗസ്വയും സരിയും തമ്മിലുള്ള വ്യത്യാസമെല്ലാം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ ആവർത്തിച്ചിരുന്നു. റസൂലുള്ളാഹി നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളാണ് ഗസ്വകൾ. അതേസമയം റസൂലുള്ളാഹി പങ്കെടുക്കാതെ അയച്ചിട്ടുള്ള സൈനിക നിയോഗങ്ങൾ, അതാണ് സരിയകൾ. റസൂലുള്ളാഹിൻ്റെ കൂടെ പങ്കെടുത്ത 7 ഗസ്വകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ആ ഗസ്വത്തുൽ ഹുദൈബിയാണ്. യഥാർത്ഥത്തിൽ അതിലൊരു യുദ്ധം പോലെ അരങ്ങേറുന്നില്ല. കാര്യങ്ങൾ യുദ്ധത്തിൻ്റെ വക്കോളെത്തുന്നുണ്ട്, ബൈഅത്ത് റിദ്വാനായിട്ടെല്ലാം ബന്ധപ്പെട്ട്, പക്ഷേ യുദ്ധം അരങ്ങേറുന്നില്ല. പക്ഷേ അവർ ഗസ്വയുടെ ഗണത്തിലാണ് ആ ഹുദൈബിയെ പെടുത്തതായിട്ട് കാണുക. പക്ഷേ പിൻകാലഘട്ടത്തിലുള്ള രചനകളിലും മറ്റുമെല്ലാം പൊതുവായിട്ട് അതിനെ സുൽഹുൽ ഹുദൈബിയ സന്ധി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. കാരണം ആ വലിയ സന്ധിയിലേക്ക് കാര്യങ്ങൾ അവസാനം എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഖന്തക്ക് യുദ്ധത്തിനെല്ലാം ശേഷം ഹിജ്റ വർഷം 6 ഇപ്പോൾ ഉള്ളത്. ഈ ഹിജ്റ വർഷം 6 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു വിചിത്രമായിട്ടുള്ള സ്വപ്നം കാണാണ്. ആ സ്വപ്നം റസൂലുള്ളാഹി തൻ്റെ അനുയായികൾക്കൊപ്പം ആ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതും അവിടെ ആ കഅബയുടെ താക്കോല് വാങ്ങിയത് തുറക്കുന്നതും അവിടെ വെച്ച് ഉംറ നിർവഹിച്ച് റസൂലുള്ളാഹി ആ തല മുണ്ടനം ചെയ്യുന്നതായിട്ടെല്ലാം റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണാം. അത് കണ്ട ഉടനെ റസൂലുള്ളാഹി ഞെട്ടി എഴുന്നേൽക്കാണ്. അപ്പോൾ നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം എന്നുള്ളത് അത് വഹി കൂടെയാണ്. ആ വഹി ലഭിക്കുന്നതിൻ്റെ ഒരു രൂപമാണ് ആ സ്വപ്നം. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ മകനെ അറുക്കാനുള്ള കൽപ്പന സൂറത്ത് സ്വാഫാത്തിൻ്റെ 102-ാമത്തെ വചനത്തിൽ യാ ബുനിയ ഇന്നി അറാഫിൽ മനാമി ഇന്നി അദ്ബഹുക, ആ സ്വപ്നത്തിലൂടെയാണ് അള്ളാഹു ആ കൽപ്പന നൽകുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ ആ സ്വപ്നം അത് സത്യമാണ്. അതുവഴിയാണ് പല സമയത്തും അള്ളാഹു കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ നൽകാറുള്ളത്. ഈ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫത്ഹിൻ്റെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ലഖദ് സ്വദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖി ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക എന്നുള്ള അള്ളാഹിൻ്റെ പ്രവചനം, അതാണ് ആ സൂറത്തുൽ ഫത്തിൻ്റെ 27-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുക. അങ്ങനെ റസൂലുള്ളാഹി ഉടനെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒരല്പം കഴിഞ്ഞപ്പോൾ അനുയായികൾക്കിടയിലേക്ക് പോയിട്ട് ആ ഒരു വാർത്ത പങ്കുവെക്കുകയാണ്. അള്ളാഹു മക്കയിലേക്ക് പോകാനുള്ള നിർദ്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അത് കേട്ട ഉടനെ പ്രത്യേകിച്ച് മുഹാജിറുകളായിട്ടുള്ള ആളുകൾക്കെല്ലാം അങ്ങേയറ്റം ആവേശം തോന്നാണ്. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് അവർക്ക് ആ മക്ക മിസ്സാകുന്നുണ്ട്. അവർ ആ സ്വന്തം ജന്മനാട് അവർ കാലങ്ങളായിട്ട് അവർ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അവിടെയുള്ള അൻസാറുകളും അവരാദ്യമായിട്ട് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ആ ഒരു ആവേശത്തിലാണ്. അതേസമയം അതിയായിട്ടുള്ള ആശങ്കയും അവർക്കുണ്ട്. കാരണം അവരാ മക്ക വിട്ടു പോകുന്നതിന് ശേഷം കുറേശികൾ തരം കിട്ടുന്ന സമയത്തെല്ലാം അവരും മറ്റുള്ള ആളുകളെ കൂടെ കൂട്ടിയെല്ലാം മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് ഖന്തക്കിന് ശേഷമുള്ളൊരു സാഹചര്യം കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ആ കുറേശികളുടെ ഇടയിലേക്ക് വേണം നടന്നു പോകാൻ. അതൊരു സിംഹമടയിലേക്ക് പോകുന്നത് പോലെയാണ്. എങ്കിലും അതിനെ സംബന്ധിച്ചൊന്നും അവർ ചിന്തിക്കാതെ റസൂലുള്ളാഹിന്റെ നിർദ്ദേശം ലഭിച്ചതോടുകൂടി അവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ വസ്ത്രമെല്ലാം ഒരുക്കി, തൻ്റെ ഒട്ടകം ആ കസ്വയെല്ലാം റെഡിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഒരു യാത്രയെ സംബന്ധിച്ച് മദീനയിലുള്ള തൻ്റെ അനുയായികളോട് മാത്രമല്ല, ആ മദീനയുടെ ആ പ്രാന്തപ്രദേശത്തുള്ള അവിടെ ആ ബൗണ്ടറിയിലുള്ള ചില ഗോത്രക്കാർ, അത് മുസ്ലിങ്ങളോട് സഖ്യത്തിലുള്ള അത്തരത്തിലുള്ള ചില ഗോത്രക്കാരും, ഇപ്പോൾ അസ്ലം, മുഗീറ, ജുഹൈന ഇതേ രൂപത്തിലുള്ള ചില ഗോത്രങ്ങളുണ്ട്, അവരോടും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവർ മെല്ലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം ഈ യാത്ര റിസ്ക്കിയാണ്, അപകടം ഉണ്ടാവുന്നവർ കണക്ക് കൂട്ടിയിട്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ്. അതേപോലെ തന്നെ ഈ മദീനയിലെ പ്രാന്തപ്രദേശത്തുണ്ടായിരുന്ന ബതുക്കളായിരുന്ന ചില ഗോത്രക്കാരും അവരും അതിൽ നിന്നും മെല്ലെ അപകടം മനസ്സിലാക്കി അവർ ഒഴിഞ്ഞു മാറുകയാണ്. അതാണ് സൂറത്തുൽ ഫത്ഹിൻ്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. സയഖൂലു ലക്കൽ മുഖല്ലഫൂന മിനൽ അറാബി ശഗലത്ന അംവാലുന വ അഹ്ലൂന ഫസ്തഗ്ഫിർ ലനാ. അപ്പോൾ യുദ്ധത്തിൽ നിന്നും പിന്മാറിയുന്ന അവിടെ ഉണ്ടായിരുന്ന അറാബികളായിട്ടുള്ള ആളുകൾ അവർ പിന്നീട് താങ്കളെ സമീപിച്ചുകൊണ്ട് പറയും, ആ കുടുംബത്തിലും സമ്പത്തിലുള്ള ആ ഒരു തിരക്ക് കാരണം, ആ ബിസി കാരണം ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതാണ്. ആ രൂപത്തിലുള്ള എക്സ്ക്യൂസുകൾ അവർ പറയുമോ എന്നുള്ളതാണ്. അള്ളാഹു അത് മുൻകൂട്ടി പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് യഖൂലുന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. അവരുടെ ആ മനസ്സിനകത്തുള്ളതല്ല അവർ പുറമേക്ക് നാവ് കൊണ്ട് പറയുന്നത്. ശേഷം അവരുടെ മനസ്സിലുള്ള ചിന്തകൾ അള്ളാഹു അവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത ആയത്ത് 12-ാമത്തെ ആയത്തിൽ ബൽ വനൻതും അല്ലൻ യൻഖലിബർ റസൂൽ വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ. ഇനി ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ, അതായത് മക്കയിലേക്ക് പോയ ആളുകൾ, അവരൊരിക്കലും അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഇവർ ധരിക്കുകയാണ്. അതായത് ഖുറൈശികൾ അവരെ വകവരുത്തുക എന്നുള്ള ആ ചിന്ത, അതുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ പോകാതിരുന്നത്. ശേഷം അള്ളാഹു ആയത്തിൻ്റെ അവസാനം വലനൻതും വന്നസൗ, അവർ ഈ രൂപത്തിലുള്ള ദുഷിച്ച ധാരണകൾ അവർ മനസ്സിൽ ധരിച്ചു. വകുൻതും ഖൗമൻ ബൂറ, അപ്പോൾ അവർ തീർച്ചയായിട്ടും പ്രയോജനമില്ലാത്ത, ബാഇറ എന്നുള്ള പദത്തിൻ്റെ ബഹുവചന രൂപമാണ് ബൂറ എന്നുള്ളത്. അതായത് യൂസ്ലെസ്, പ്രയോജനമില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ തിജാറത്തു ബാഇറ എന്ന് വെച്ചാൽ നഷ്ടക്കച്ചവടം എന്നുള്ള അർത്ഥമാണ്. ഫലമില്ലാത്ത, നന്മയില്ലാത്ത ആ രൂപത്തിൽ അള്ളാഹു അവരെ ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ
അതുവഴി അത് നിഷേധിക്കുക വഴി ഏറ്റവും വലിയ ഒരു അവസരം കൂടെയാണ് അവർക്കും നഷ്ടമായത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് സ്വഹാബികൾ അതിൽ പങ്കെടുക്കുക വഴി അവർക്ക് വലിയൊരു അപ്ഗ്രേഡ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വഹാബികൾ വ്യത്യസ്ത കാറ്റഗറിയിലാണ്. അവരുടെ ഫളാഇൽ, ശ്രേഷ്ഠതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അശറ മുബശ്ശിരീൻ, ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 ആളുകളാണ്. ശേഷം പിന്നീട് വരുന്നത് ആ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായിട്ടുള്ള ആളുകൾ, അവർക്കാണ് അവരുടെ ദറജയാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത ആളുകളാണ്. അത് ഹുദൈബിയ സമയത്താണ് അരങ്ങേറുന്നത്. അപ്പോൾ അവരുടെ ആ വലിയ ത്യാഗസന്നദ്ധതയ്ക്ക് അള്ളാഹു വലിയൊരു അപ്ഗ്രേഡ് അവർക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ ആ ത്യാഗത്തിന് സന്നദ്ധമാകുന്ന ആളുകൾക്ക് മാത്രമാണ് അവസരം നൽകുക. അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള മുരടന്മാർക്ക് അതിനുള്ള അവസരം ലഭിക്കില്ല എന്നുള്ള അവരുടെ ആ പിന്തിരിപ്പൻ നയങ്ങൾ അത് അവർക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീൽ ബുഖാരിയിലുള്ള റിപ്പോർട്ട് പ്രകാരം 1400 ആളുകൾ, അതല്ലെങ്കിൽ മറ്റുള്ള റിപ്പോർട്ടിൽ 1500, അപ്പം അത്രയും ആളുകളായിട്ട് റസൂലുള്ള ആ മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പതിവ് പോലെ മറ്റുള്ള സന്ദർഭങ്ങളിലെല്ലാം ചെയ്യുന്നത് പോലെ റസൂലുള്ള ഭാര്യമാർക്കിടയിൽ നിന്ന് നറുക്കിട്ട് ആ സമയത്ത് നറുക്ക് വീഴുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്കാണ്. അവർക്ക് പ്രധാനപ്പെട്ട റോൾ ഈ ഒരു സംഭവത്തിൽ നിർവഹിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ കാണും. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് റസൂലുള്ള പോകുന്നത്. അപ്പോൾ കൂടെ ബലിമൃഗങ്ങളായിട്ട് 70ഓളം ഒട്ടകങ്ങളെയും റസൂലുള്ള കൂടെ എടുക്കുന്നുണ്ട്. അതിൽ കൂട്ടത്തിലൊന്ന് വെള്ളിയുടെ ഒരു ചിറ്റ മൂക്കിനെല്ലാം ധരിച്ച അബൂജഹലിൻ്റെ ഒരു ഒട്ടകവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് നമ്മൾ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഒരുക്കി മദീനയുടെ ഉത്തരവാദിത്തം പതിവ് പോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ എല്ലാം ഏൽപ്പിച്ച് ഹിജ്റ വർഷം 6 ദുൽഖഅദ് മാസം 1-ാം തീയതി തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹിയും ഈ സംഘവും ഉംറ നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ അവർ ഉംറയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, യുദ്ധത്തിനൊന്നുമല്ല. അപ്പോൾ കാര്യമായിട്ടുള്ള ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. എങ്കിലും മറുവശത്ത് ഖുറൈശികളാണ്, അവരെന്തും ചെയ്യാം. അപ്പോൾ ആ സ്വയം സംരക്ഷണാർത്ഥം എന്നുള്ള നിലക്ക് ചില ആളുകൾ അത് മാത്രമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതേപോലെ റസൂലുള്ള പതിവിന് വിപരീതമായിട്ട് പൊതുവേ റസൂലുള്ള ഇത്തരത്തിലുള്ള യുദ്ധയാത്രകൾ പലപ്പോഴും അതീവ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അത് ആസൂത്രണം ചെയ്യാറുള്ളത്. ചില സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു, റസൂലുള്ള മദീനയിൽ നിന്ന് ഒരു റൂട്ടിൽ പുറപ്പെടും, പിന്നീട് ആ മദീനയുടെ ബൗണ്ടറി കഴിഞ്ഞ് മെല്ലെ യൂട്ടേൺ എടുത്ത് യഥാർത്ഥ ദിശയിലേക്ക് മാറും. ആ രൂപത്തിലെല്ലാം റസൂലുള്ള നിർവഹിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ആ രൂപത്തിലൊന്നല്ല, മറിച്ച് നേർക്ക് നേരെ മുഴുവൻ ആളുകൾ കാണുമാറ് ആ മക്കയിലേക്കുള്ള യാത്ര, അത് യഥാർത്ഥത്തിൽ അതുവഴി ഖുറൈശികൾക്കൊരു മെസ്സേജ് കൈമാറാണ്. ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടിയൊന്നല്ല, മറിച്ച് ഉംറ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നതെന്നുള്ള ആ ഒരു സന്ദേശം കൈമാറൽ കൂടെ അതിൻ്റെ ലക്ഷ്യമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ദുൽഖഅദ് 1 എന്നുള്ള ആ ഡേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പൊതുവേ സീറ പണ്ഡിതന്മാർക്കിടയിൽ ഒട്ടുമിക്ക ഡേറ്റിൻ്റെ കാര്യത്തിലും ചെറിയ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ ഉഹുദിൻ്റെ കാര്യത്തിൽ, ഖന്തക്കിൻ്റെ കാര്യത്തിലെല്ലാം അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഹുദൈബിയയ്ക്ക് വേണ്ടി റസൂലുള്ള പുറപ്പെട്ട ഡേറ്റ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് ദുൽഖഅദ് 1 എന്നുള്ളത് ഏകദേശം പണ്ഡിതന്മാർക്കിടയിൽ, സീറ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ കാണാൻ സാധിക്കും. കാരണം റസൂലുള്ള എന്തുകൊണ്ട് ആ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് യുദ്ധം നിഷിദ്ധമായിട്ടുള്ള പവിത്രമാസം കൂടെയാണ്. സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനത്തിൽ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ മിൻഹ 4 ഹുറും, ആ 12 മാസങ്ങളിൽ 4 പവിത്ര മാസമുണ്ട്, യുദ്ധം പാടില്ലാത്ത മാസങ്ങൾ: ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. അപ്പോൾ ആ പവിത്ര മാസത്തിൻ്റെ ആരംഭം ആ ദുൽഖഅദ് 1 തന്നെയാണ് റസൂലുള്ള പോകുന്നത്. അപ്പോൾ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആ ജാഹിലിയ കാലഘട്ടം മുതൽ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങളിൽ പലതിലും അവർ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലും ഈ പവിത്ര മാസം എന്നുള്ള ആ സങ്കല്പം അവരത് ആദരിച്ചിരുന്നു ആ മാസങ്ങളിൽ. പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം, പല സമയത്തും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ആ കാലത്തുണ്ടെങ്കിൽ മെല്ലെ ആ മാസം അടുത്തതായിട്ട് അവർ പ്രഖ്യാപിക്കും. അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ 37-ാമത്തെ വചനത്തിൽ ഇന്നമൻ നസീഉ സിയാദത്തും ഫിൽ കുഫ്ർ, അള്ളാഹു അതിനെ ശക്തമായിട്ട് അതിനെയെല്ലാം വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ജാഹിലിയ കാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ വധിച്ച ഘാതകൻ ആ ഹറമിലേക്ക് ആ ബൗണ്ടറി കയറുന്നതോടുകൂടെ പിന്നീട് അവിടെ വെച്ച് അയാളെ യാതൊന്നും ചെയ്യില്ല എന്നുള്ളത്. അവിടെ അയാൾ സുരക്ഷിതനാണ്. കാരണം ആ ഹറമിൻ്റെ ആ പവിത്രതയെ അവർ ഈ രൂപത്തിലെല്ലാം അവർ മാനിച്ചിരുന്നു. അതെല്ലാം അവർ തെറ്റിക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പവിത്ര മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ ഒരു യാത്ര പുറപ്പെടാനുണ്ടായ കാരണം. അങ്ങനെ റസൂലുള്ളാഹിയും സംഘവും ആ മദീനയിൽ നിന്നും പുറപ്പെട്ട് ഒരു അല്പദൂരം യാത്ര ചെയ്ത് ഏകദേശം ഒരു 10-14 കിലോമീറ്ററുകൾക്കപ്പുറം ദുൽഹുലൈഫ എന്നുള്ളൊരു പ്രദേശത്താണ്. ദുൽഹുലൈഫ പ്രസിദ്ധമാണ്, മീഖാത്തു അഹ്ലിൽ മദീന, മദീനക്കാരുടെ മീഖാത്താണ്. അതായത് മദീന വഴി ഹജ്ജിനും ഉംറക്കെല്ലാം വരുന്ന ആളുകൾ അവിടെ വെച്ചിട്ടാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ദുൽഹുലൈഫ അല്ല, മറിച്ച് അബിയാർ അലി എന്നുള്ള പേരിലാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു പള്ളി, മസ്ജിദ് മീഖാത്ത് എന്നുള്ളൊരു പള്ളി കാണാൻ സാധിക്കും. അപ്പോൾ മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ ഇന്നും ആ പള്ളിയിൽ പോയിട്ട് അവിടെ കുളിക്കാനുള്ള വിശാലമായിട്ടുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഡ്രസ്സ് മാറി ആ ഉംറ വേഷം അവിടെ വെച്ച് ധരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും
അവിടെ വെച്ച് അവർ ഉംറ വസ്ത്രം ധരിച്ചു. അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു കാര്യം, അവർ കൊണ്ടുവന്ന 70ഓളം വരുന്ന ആ ബലിമൃഗങ്ങളെ അവർ അലങ്കരിച്ചു. അൽ ഇഷ്ആർ എന്ന് പറയും. പഴയ കാലത്ത് റസൂലുള്ളാഹിൻ്റെ ഒരു സുന്നത്താണ്. അത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ആ കൂപ്പൺ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് കാണുന്നില്ല. പക്ഷേ പഴയ കാലത്ത് ഉംറക്കും ഹജ്ജിനെല്ലാം വരുന്ന ആളുകൾ അവർ ആ ബലിമൃഗങ്ങളായിട്ടാണ് വരിക. അപ്പോൾ അതിനെ അവർ പ്രത്യേക രൂപത്തിൽ അലങ്കരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 97-ാമത്തെ വചനത്തിൽ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസി വശഹറൽ ഹറാമ വൽ ഹദിയ വൽ ഖലാഇദ്, അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു പ്രത്യേക രൂപത്തിൽ അതിൻ്റെ കഴുത്തിൽ വടം അല്ലെങ്കിൽ നാടകളെല്ലാം കെട്ടി അതിനെ അലങ്കരിച്ചിരുന്നു. അത്തരത്തിൽ ആ ദൈവിക മാർഗത്തിൽ ഡെഡിക്കേറ്റ് ചെയ്ത മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അറബികൾ പൊതുവെ അതിനെ മാനിച്ചിരുന്നുള്ള. എത്രത്തോളം എന്ന് വെച്ചാൽ കൊള്ള സംഘങ്ങൾ പോലും അതിനെ ആക്രമിച്ചിരുന്നില്ല, അവരതിനെ മോഷ്ടിച്ചിരുന്നില്ല. കാരണം അതിനെ ആക്രമിക്കുന്നത് കടുത്ത പാതകമായിട്ട് മുഴുവൻ ആളുകളും കണക്കാക്കിയിരുന്നു എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃഗങ്ങളെല്ലാം ആ രൂപത്തിൽ അലങ്കരിച്ച്, അതും ഖുറൈശികൾക്കുള്ളൊരു സിഗ്നലാണ്. ഞങ്ങൾ പ്യുവർലി ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഉംറയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, പിന്നീട് മുന്നോട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള ചർച്ചയിലെല്ലാം ഈ മൃഗങ്ങളെല്ലാം അത് പല ആളുകളുടെയും മനസ്സ് മാറ്റാനെല്ലാം കാരണമാകുന്നുണ്ട്. അതെല്ലാം മുന്നോട്ട് നമ്മൾ പറയും. അപ്പോൾ അവർ ആ ഇഹ്റാമിലേക്കെല്ലാം പ്രവേശിച്ച് ആ ദുൽഹുലൈഫയിൽ നിന്നും യാത്ര പുനരാരംഭിക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റലിജൻസ് റസൂലുള്ളാഹി അവിടെ വെച്ച് ബുശ്ർ ബിൻ സഫ്വാൻ അൽ ഖുസാഇ എന്നുള്ള ഒരാളെ മക്കയിലേക്ക് ആ ന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി അയക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ മുഹാജിറുകൾ അൻസാറുകളിലും പെട്ട ഒരാളെ അല്ല, മറിച്ച് ഖുസാഅ ഗോത്രത്തിലുള്ള ഒരാളെ റസൂലുള്ളാഹി പറഞ്ഞേക്കാണ്. കാരണം മറ്റുള്ള ആളുകളെ പറഞ്ഞയച്ചാൽ അത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. മുഹാജിറുകളെ തീർച്ചയായിട്ടും മക്കക്കാർക്ക് അറിയാം, അൻസാറുകളിലും പല ആളുകളെ അറിയാം. പക്ഷെ അതിലൊന്നും പെടാത്ത ഒരാളെ റസൂലുള്ളാഹി മക്കയിലേക്ക് അയക്കാണ്. അപ്പോൾ അയാളുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ മക്കയിൽ പോയിട്ട് ഖുറൈശികളുടെ ആ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള ആ ന്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ രൂപത്തിൽ മക്കയിലേക്ക് അയച്ചു. അതിന് പുറമെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 അംഗ അശ്വഭട നിരീക്ഷണ സംഘത്തെയും റസൂലുള്ളാഹി മുന്നിൽ അയക്കുന്നുണ്ട്. അതിൽ മുഹാജിറുകൾ അൻസാറുകളെല്ലാം കൂടിയുള്ള 20 അംഗ സംഘത്തെയും റസൂലുള്ളാഹി ഒരു പ്രത്യേക ദിശയിലേക്ക് അയച്ചു. അതിനുശേഷം റസൂലുള്ളാഹി അനുയായികളും ആ ബലിമൃഗങ്ങളായിട്ട് അവർ ആ മക്ക ലക്ഷ്യമാക്കിയിട്ട് അവരെ യാത്ര തുടരുകയാണ്. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്ത് ഒസ്ഫാൻ എന്നുള്ള മക്കയോട് ഏകദേശം അടുത്ത് വരികയാണ്. ആ ഒസ്ഫാൻ എന്നുള്ള പ്രദേശത്തേക്ക് എത്തുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി ഈ ഒരു സമയത്ത് ഒസ്ഫാനിലാണുള്ളത്. ഒരാളെ ന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി മക്കയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ക്യാമറ മക്കയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഖുറൈശികൾ അവരുടെ ചാരന്മാർ വഴി മുസ്ലിങ്ങളുടെ ആഗമനത്തെ സംബന്ധിച്ചുള്ള വാർത്ത നേരത്തെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച ഉടനെ തന്നെ അവർ പെട്ടെന്ന് തന്നെ ധാരണത് ആ ഖുറൈശി പാർലമെൻറ്റ് കൂടി തകൃതിയായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഒരിക്കലും ഉംറ ചെയ്യാൻ അനുവദിക്കരുത്. മക്കയിൽ വെച്ച് അവരെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം അത് വിശുദ്ധ മാസം കൂടെയാണ്. ആ രൂപത്തിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ അറേബ്യൻ ദേശത്ത് തന്നെ ഖുറൈശികൾക്ക് അത് വലിയ ചീത്തപ്പേരുണ്ടാക്കും. അപ്പോൾ ഒരേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത് മുസ്ലിങ്ങൾ ആ ഹറമിൻ്റെ ബൗണ്ടറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ തടയുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. അതിനുവേണ്ടി ഖുറൈശികൾ ഒരു 200 അംഗ സംഘത്തെ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അവർ ആ മക്കയുടെ ഭാഗത്തേക്ക് ആ വരുന്ന ഭാഗത്തേക്ക് അയക്കുകയാണ്. അതിനുവേണ്ടി ഖാലിദ് ബിൻ വലീദും സംഘവും പുറപ്പെട്ടു. അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹി ഒസ്ഫാനിലെത്തിയ ഉടനെ തന്നെ നേരത്തെ ന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി അയച്ച ആൾ ബുസ്ർ ബിൻ സഫ്വാൻ അദ്ദേഹം ന്യൂസായിട്ട് തിരിച്ചു വന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഖുറൈശികൾ നമ്മുടെ ആഗമനത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാനാണ് അവരുടെ തീരുമാനം. അവരതിനു വേണ്ടി യുദ്ധത്തിന് വേണ്ടിയെല്ലാം ഒരുങ്ങുന്നുണ്ട്. വഖദ് ജമഉ ലക്കൽ അഹാബീഷ്, അവിടെയുള്ള ചില ഗോത്രക്കാരെയും അടുത്തുള്ള സമീപത്തുള്ള ഗോത്രക്കാരെയെല്ലാം അവർ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അങ്ങേയറ്റം നിരാശനായിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കുകൾ സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കാണാൻ സാധിക്കും. വൈഹ ഖുറൈഷ് ലഖദ് അകലത്ഹുമുൽ ഹറബ്, എന്തൊരു കഷ്ടാണ്, എന്താണ് ഈ ഖുറൈശികൾക്ക്, അവരാ യുദ്ധം അവരെ നശിപ്പിച്ചിരിക്കുകയാണ്. മാദാ അലൈഹിം ലൗ ഖല്ലൗ ബൈന വ ബൈന സാഇരിന്നാസ്, എന്നെ എൻ്റെ ജനങ്ങളെയും ഞങ്ങളുടെ പാട്ടിന് വിട്ടുകൂടെ, എന്തിൻ്റെ കേടാണ് ഇവർക്ക്? റസൂലുള്ളാഹി പറയാണ്, അതായത് എന്നെ മറ്റാരെങ്കിലും അപകടപ്പെടുത്തുകയാണെങ്കിൽ ഏതായാലും അവർ ഉദ്ദേശിച്ച പോലെയായി. ഇനി അതല്ല, ഞാൻ ഇവർക്ക് മീതെല്ലാം വിജയം നേടുകയാണെങ്കിൽ അത് അവരുടെ കൂടെ വിജയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം തീർച്ചയായിട്ടും ഞാൻ എന്തിനു വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത് അതിനുവേണ്ടി തന്നെ ഞാൻ പോരാടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ കൃത്യമായിട്ട് റസൂലുള്ളാഹി ഒരിക്കലും ഒരർത്ഥത്തിൽ ആ യുദ്ധം എന്നുള്ളതൊരു ലക്ഷ്യമല്ല. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിലും ലാ തതമന്നൗ ലിഖാ അൽ അദു റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ ആ യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കരുത്. അതേസമയം അതല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ സധൈര്യം പോരാടുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് ശത്രുക്കൾ ആരോപിക്കുന്നതിനെല്ലാം വിരുദ്ധമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധക്കൊതിയനായിരുന്നു. നഊദു ബില്ലാഹ്, ആ രൂപത്തിലെല്ലാം അവർ ആരോപിക്കാറുണ്ട്. അങ്ങനെ എല്ലായിരുന്നു കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ആ തീരുമാനത്തെ സംബന്ധിച്ച് അറിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി തൻ്റെ അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അഷീറു അലയ്യ അയ്യുഹന്നാസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ ജനങ്ങളോട് മുഴുവൻ റസൂലുള്ളാഹി അഭിപ്രായം ചോദിക്കുകയാണ്.
അപ്പോൾ അവിടെയും റസൂലുള്ളാഹിൻ്റെ വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും സ്വന്തം തീരുമാനങ്ങൾ അണികൾക്ക് മീതെ അടിച്ചേൽപ്പിക്കാതെ അണികളായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അമ്രുഹും ഷൂറ ബൈനഹും. അപ്പോൾ അവിടെ അവർക്കിടയിൽ ചർച്ച ചെയ്ത സമയത്ത് രണ്ട് അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വന്നത്. ഒന്ന്, ഖുറൈശികളെ സഹായിക്കുന്ന ഗോത്രക്കാർ ഹാബീഷ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക ഏതെങ്കിലും രൂപത്തിൽ. അതല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു അഭിപ്രായമായിട്ട് മുന്നോട്ട് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിൻ്റെ ഉറ്റ മിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നിങ്ങൾക്കറിയാം നമ്മൾ വന്നത് ഉംറ നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ്. ലാ തുരീദു ഖത്ല അഹദിൻ വല ഹർബ അഹദിൻ. ഒരാളെ വധിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് യുദ്ധം ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തോടു കൂടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ആരെങ്കിലും വല്ലവനും തടയാൻ വരികയാണെങ്കിൽ, ആക്രമിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അവരുമായിട്ട് പോരാടാം. റസൂലുള്ളാഹിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ഉചിതമായിട്ട് തോന്നി. റസൂലുള്ളാഹി ഇംദു അലാ ഇസ്മില്ല, അള്ളാഹിൻ്റെ നാമത്തിൽ പുറപ്പെടാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയാണ്. അവർ വീണ്ടും ആ യാത്ര പുനരാരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ മുസ്ലിങ്ങൾ ഒസ്ഫാനിലായിരുന്ന ഈ ഒരു സമയത്താണ് ആ സ്വലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട ആ ഭയസമയത്തുള്ള നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട വഹി ലഭിച്ചതെന്ന് പല സീറ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഏത് സമയത്താണ് ആ സ്വലാത്തുൽ ഖൗഫ് ലഭിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇഖ്തിലാഫുണ്ട്. 3ഓളം സന്ദർഭങ്ങൾ ബനൂ ലിഹ്യാനുമായിട്ട് ബന്ധപ്പെട്ടും കഴിഞ്ഞ ഭാഗത്തെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു പറ്റം പണ്ഡിതന്മാരെല്ലാം അത് ഈ ഒരു സമയത്താണെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റസൂലുള്ളാഹി ഉസ്മാനിലായിരുന്ന സമയത്ത് ഖാലിദ് ബിൻ വലീദും സംഘവും 200 അംഗ സംഘം അവർ ദൂരെ നിന്ന് നിരീക്ഷിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹിയും സംഘവും ളുഹർ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നമസ്കാര സമയത്ത് അവർ മറ്റൊന്നും നോക്കുന്നില്ല. അപ്പോൾ അത് നല്ലൊരു അവസരമായിട്ട് ഖുറൈശികൾ അല്ലെങ്കിൽ ഈ ഖാലിദ് ബിൻ വലീദും സംഘവും മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ വരാനുള്ള അസർ നമസ്കാരത്തിന് മുസ്ലിങ്ങൾ ആ രൂപത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതികളെല്ലാം ഒരുക്കി. പക്ഷേ അതിനിടയിൽ ആ ളുഹറിനും അസറിനും ഇടയിലായിട്ട് അള്ളാഹു സൂറത്തുൻ നിസാഇൻ്റെ 102-ാമത്തെ വചനം വഹിയായിട്ട് ആ സ്വലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട ആ വഹി റസൂലുള്ളാഹിക്ക് ലഭിക്കുകയാണ്. അതോടുകൂടെ അസർ നമസ്കാരത്തിന് ഇവരെല്ലാം ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയെല്ലാം ഒരുക്കി നിൽക്കുകയാണ്. പക്ഷേ അസർ നമസ്കാരം നമസ്കരിച്ച സമയത്ത് മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൻ്റെ പാറ്റേൺ മുഴുവൻ മാറിയിട്ടുണ്ട്. ഒരു സംഘം അവിടെ അവർ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സംഘം പിറകിൽ നിൽക്കുകയാണ്. അതെല്ലാം ആയതോടുകൂടെ ഖാലിദും വലീദും സംഘവും അങ്ങേയറ്റം നിരാശരാവുകയാണ്. അവർ മക്കയിലേക്ക് അവർ മടങ്ങി. അതല്ലെങ്കിൽ മുസ്ലിങ്ങളെയും പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കൂടുതൽ സൈന്യത്തെ എടുക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രതീക്ഷിച്ച് മറ്റൊരു വഴിയിലേക്ക് അവർ പോവാണ്. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സന്ദർഭത്തിൽ പല പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഏകദേശം ഈ ഒരു സന്ദർഭത്തിലായിട്ട് അരങ്ങേറുന്ന മറ്റൊരു സംഭവം, ഒന്നുകിൽ റസൂലുള്ളാഹി ഉസ്മാനിലായിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അവിടെ നിന്ന് നീങ്ങിയ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ഒരല്പം മുമ്പ് പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി ഒരു 20 അംഗ അശ്വപട സേനയെ നിരീക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി അയച്ചിരുന്നു അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ. അവർ ആ സംഘം മടങ്ങി വരികയാണ്. ഈ ഒരു സംഭവം ഫിഖീപരമായിട്ട് നിരവധി പാഠങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീറയെ ആ ഫിഖീ ക്ലാസ്സിലൂടെ നോക്കിക്കണ്ട ഫിഖ്ഹു സീറ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അത് മാത്രമല്ല, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഈ ഒരു സംഭവം കാണാൻ സാധിക്കും. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. അപ്പോൾ അവർ വഴിയിൽ അപകടമൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചു. പക്ഷേ അവർക്ക് മറ്റൊരു കാര്യം റസൂലുള്ളാഹിനോട് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം വഹുവ ഗൈറു മുഹ്രിം, അദ്ദേഹം ഇഹ്റാമിലായിരുന്നില്ല, അദ്ദേഹം മുഹ്രിം ആയിരുന്നില്ല, എന്തോ ഒരു കാരണത്താൽ, അല്ലാഹു അലം. അങ്ങനെ അവർ വരുന്ന വഴിയിൽ ഫറഅ ഹിമാറൻ വഹ്ഷിയ, അവർ ചില കാട്ടുകഴുതകളെ, അതായത് ഉദ്ദേശിക്കുന്നത് സീബ്രകളാണ്, ഒരു പറ്റം സീബ്രകളെ അവർ വഴിയിൽ കണ്ടു. അപ്പോൾ നമുക്കറിയാം അക്കാലഘട്ടത്ത് അറേബ്യയുടെ പല ഭാഗത്തായിട്ട് വന്യജീവികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഷയിൽ ഹിമാറുൽ വഹ്ഷി, വൈൽഡ് ഡോങ്കി, കാട്ടുകഴുത എന്നുള്ളത് അവരുദ്ദേശിക്കുന്നത് സീബ്രകളാണ്. അതേസമയം ഹിമാറുൽ അഹ്ലി എന്ന് വെച്ചാൽ വളർത്തുന്ന സാധാരണ കഴുതയാണ്. അതിൻ്റെ മാംസം റസൂലുള്ളാഹി വിലക്കിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ലുഹൈമുൽ ഹുമുരിൽ അഹ്ലി, അത്തരത്തിലുള്ള കഴുതകളുടെ മാംസം റസൂലുള്ളാഹി വിലക്കിയതാണ്. അതേസമയം സീബ്ര അനുവദനീയാണ്. ഈ ഒരു സംഭവം അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സീബ്ര കൂട്ടത്തെ കണ്ട സമയത്ത് സ്വഹാബികളാരും ഒരക്ഷരം മിണ്ടിയില്ല. ക്രമേണ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ആയിരിക്കണം, അവരോട് വല്ല ആയുധവും എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവർ അതിനും സന്നദ്ധമായില്ല. കാരണം സൂറത്ത് മാഇദയുടെ 95-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലു സ്വൈദ വ അൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കും മുഹ്രിമായിരിക്കുന്ന സമയത്ത് വേട്ട അനുവദനീയല്ല. അപ്പം അദ്ദേഹം തന്നെ സ്വയം ആ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി അദ്ദേഹം ആയുധം ഇട്ട് പോയിട്ട് ഒരു കുന്തെടുത്ത് ആ സീബ്ര എറിഞ്ഞ് വീഴ്ത്താണ്. അങ്ങനെ ഒരു മൃഗത്തെ അദ്ദേഹം വേട്ടയാടി ശേഷം അദ്ദേഹം പാകം ചെയ്ത്, അവർക്കെല്ലാം നല്ല വിശപ്പുണ്ട്, ദിവസങ്ങളായിട്ട് നല്ല ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ആ പാകം ചെയ്ത ഭക്ഷണം അവർക്ക് നീട്ടിയ സമയത്ത് ഒരാളും അതിൽ നിന്നും ഭക്ഷിക്കാൻ സന്നദ്ധമായില്ല. കാരണം അവർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷിക്കൂ എന്നുള്ളത്. അവരുടെ ആ തഖ്വ നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൂറത്തുൽ മാഇദയുടെ 94-ാമത്തെ വചനത്തിൽ
യാ അയ്യുഹല്ലദീന ആമനു ലയബ്ലുവന്നക്കുമുല്ലാഹു ബിശൈഇൻ മിനസ്സൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ, നിങ്ങളുടെ കയ്യെത്തും ദൂരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുന്തമുനയിൽ വരുന്ന രൂപത്തിൽ നിരവധി വേട്ടമൃഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണിച്ച് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും എന്നുള്ളത്. എന്തിന്? ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ആരാണ് അദൃശ്യ നിലയിൽ അള്ളാഹിനെ ഭയപ്പെടുന്നത് എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടി. ഏകദേശം സമാനമാണ്. അള്ളാഹു ബനു ഇസ്രായേലരെയും ഇതേ രൂപത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 163 വചനത്തിൽ ആ സബത്ത് ദിനം, ശനിയാഴ്ച ദിവസം അവർക്ക് ആ മത്സ്യബന്ധനം വിലക്കി. അതേസമയം യൗമ സബത്തിഹിം ഷുർഅൻ യൗമല യസ്ബിത്തൂന ലാ തഅതീഹിം, ആ മത്സ്യബന്ധനം വിലക്കിയ ശനിയാഴ്ച ദിവസം ധാരാളം മത്സ്യങ്ങൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി വരും. അതേസമയം വിലക്കാത്ത ദിവസം അവർക്ക് കാര്യമായിട്ട് മീനൊന്നും ലഭിക്കുന്നില്ല. ഈ രൂപത്തിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. അവസാനം ആ ഒരു പരീക്ഷണത്തിൽ ബനു ഇസ്രായേലർ അവർ വീണു പോവാണ്, അവർ പരാജയപ്പെടുകയാണ്. ഇത് വ്യക്തിതലത്തിൽ എനിക്കുള്ള പാഠെന്താണ് ഇത്തരം ആയത്തുകളിൽ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി വേട്ടക്കൊന്നും ഇറങ്ങേണ്ടതില്ല. നമ്മൾ ഹോട്ടലിൽ ആ കൂപ്പൺ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ആ നേരത്തിന് ആ ഫുഡ് അവർ സെർവ് ചെയ്യും. പക്ഷേ ഈ ആയത്തുകളിൽ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹിൻ്റെ കൽപ്പനകൾ ഒരു ഭാഗത്ത് നമ്മളെ വിളിക്കുന്ന സമയത്ത് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള നിരവധി പ്രലോഭനങ്ങളുണ്ടാകും. അവിടെ ആ പ്രലോഭനങ്ങളെ മാറ്റിവെച്ച് ആ കൽപ്പനകൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾ സന്നദ്ധമാകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ ആ ജീവിതത്തിൽ അള്ളാഹു അക്ബർ എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമസ്കാരം. ഓരോ ദിവസവും 5 നേരം ഇത്തരത്തിലുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റിലൂടെ നമ്മളേവരും കടന്നു പോകുന്നുണ്ട്. 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരത്തിന് ഇറങ്ങുന്ന സമയത്താകും മുന്നിൽ എന്തെങ്കിലും ഒരു പ്രലോഭനം ഉണ്ടാവുക. അപ്പോൾ അവർക്കത് വേട്ടമൃഗങ്ങളായിരുന്നെങ്കിൽ ചില ആളുകൾക്ക് ഏറ്റവും പരീക്ഷണമായിട്ട് വരുന്നത് മൊബൈലാണ്. ആ മൊബൈലിലിരുന്ന് ആ നമസ്കാര സമയം തെറ്റാണ്. അതല്ലെങ്കിൽ നമസ്കാരത്തിന് ഇറങ്ങാൻ നേരത്താകും പ്രധാനപ്പെട്ട ഒരാളുടെ കോള് വരുന്നത്. അതല്ലെങ്കിൽ അതുവരെ കച്ചവടം ഉണ്ടാവില്ല, നമസ്കാര സമയമാകുന്ന സമയത്ത് വല്ലാത്ത കസ്റ്റമർ ആ കടയിൽ കൂടാണ്. അപ്പം അവിടെയെല്ലാം ഇത്തരം പ്രലോഭനങ്ങളെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ അള്ളാഹു അക്ബർ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണ്. അള്ളാഹു എനിക്കെൻ്റെ കച്ചവടത്തേക്കാൾ, എൻ്റെ ഈ പ്രലോഭനങ്ങളെക്കാൾ, എൻ്റെ താല്പര്യങ്ങളെക്കാളെല്ലാം വലിയവനാണെന്ന് ജീവിതത്തിലൂടെ നമ്മൾ തെളിയിക്കുകയാണ്. ആ 2 ചോയ്സാണ്. അപ്പോൾ അവിടെ ആ സിനാരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രലോഭനം കട്ട് ചെയ്ത് അള്ളാഹിൻ്റെ വിളിക്ക് എത്ര വേഗത്തിൽ നിങ്ങൾ ഉത്തരം നൽകുന്നു അത്രയും അള്ളാഹിനോട് നിങ്ങൾ അടുത്ത ആളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ആയത്തിലും അള്ളാഹു അലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ഇത്തരം പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ മുന്നിലിട്ട് തരുന്നത് ആരാണ് അദൃശ്യ നിലയിൽ അള്ളാഹിനെ കൂടുതൽ ഭയപ്പെടുന്നതെന്ന് അതുവഴി അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അബൂ ഖതാദയുടെ സംഘം വന്നു, അവരെ വഴിയിൽ വെച്ച് ആ സീബ്രയെ വേട്ടയാടിയ വിവരം റസൂലുള്ളാഹിനോട് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ അവരോട് ചോദിച്ചു, ഹൽ മഅക്കും അഹദും അമറഹു ഔ അശാറ ഇലൈഹി ബിശൈഇൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തോട് വേട്ടയാടാൻ പറയുക, അതല്ലെങ്കിൽ ആ ജീവി, ആ മൃഗം അവിടെ ഉള്ളതിനെക്കുറിച്ച് വല്ല സൂചന, വല്ല ഇഷാറയും കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ലാ യാ റസൂലുള്ളാഹി, ഞങ്ങൾ ആ രൂപത്തിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അനുവദനീയമാണ്, ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് നൽകാൻ വേണ്ടി അവിടെ കൽപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘവും ഉസ്മാനിൽ നിന്നും ആ മക്ക ലക്ഷ്യമാക്കി അവരെ ആ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഖാലിദ് ബിൻ വലീദും സംഘവും വഴിയിൽ കാത്തിരിക്കുന്നതായിട്ടുള്ള ന്യൂസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ആ നോർമൽ വഴിയിലൂടെ പോവുകയാണെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പോൾ മദീന വഴി വരുന്ന ആളുകൾ അവർ തനഈം വഴിയാണ് മക്കയിലേക്ക് പ്രവേശിക്കുക. അത് ഖുറൈശികൾക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് പ്രധാനപ്പെട്ട വഴി. തീർച്ചയായിട്ടും ആ വഴിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് റസൂലുള്ളാഹി അനുയായികളും ഹറമിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി ഖാലിദും സംഘവും അവിടെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി ആ മെയിൻ റൂട്ട് ഒഴിവാക്കി മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ മക്കയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി ചിന്തിക്കുകയാണ്. ഉടനെ തന്നെ അനുയായികളെ വിളിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഇതല്ലാതെ മെയിൻ റൂട്ടല്ലാതെ മറ്റേതെങ്കിലും ഒരു വഴി നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? ഉടനെ തന്നെ ആ കൂട്ടത്തിൽ നിന്നും അസ്ലം ഗോത്രത്തിലുള്ള ഒരാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി എനിക്കറിയാം, കൂടുതൽ ആളുകൾക്കൊന്നും അറിയാത്തൊരു രഹസ്യ വഴിയുണ്ട് മക്കയിലേക്ക്. നമ്മുടെ ആ പ്രധാന റൂട്ടിൽ നിന്ന് മാറി ദുർഘടമായിട്ടുള്ള കൂർത്ത കല്ലും മുള്ളെല്ലാം നിറഞ്ഞ മലഞ്ചെരിവിലൂടെ സനിയത്തുൽ മിറാർ വഴി സഞ്ചരിച്ച് മക്കയുടെ താഴ്ഭാഗത്തുള്ള ഹുദൈബിയയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതാണ് അദ്ദേഹം റൂട്ട് മാപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. റസൂലുള്ളാഹിക്ക് ആ ഒരു നിർദ്ദേശം, ആ ഒരു വഴി തരക്കേടില്ലെന്ന് തോന്നുകയാണ്. അങ്ങനെ അവർ മുഴുവൻ ആ മെയിൻ റൂട്ട് മാറി ഇദ്ദേഹം പറഞ്ഞ ആ വഴിയിലേക്ക്, അയാൾ മുന്നിലായിട്ട് ആ ഒരു വഴിയിലേക്ക് അവർ റൂട്ട് മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെ അതിലൂടെയുള്ള യാത്ര തികച്ചും ദുർഘടം പിടിച്ച വഴിയാണ്. അവിടെയുള്ള കൂർത്ത കല്ലുകളും അതേപോലെ തന്നെ മുള്ളെല്ലാം കൊണ്ട് മുസ്ലിങ്ങളുടെ പല ആളുകളുടെയും കാലിനെല്ലാം മുറിവ് വന്ന് രക്തമെല്ലാം ധാരയായിട്ട് ഒഴുകുകയാണ്. ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ആ സംഘം ഒന്നരംഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ മലഞ്ചെരിവിലൂടെ താഴ്വരകൾ താണ്ടി അവസാനം ഒരു സമതലത്തിലെത്തി, സനിയത്തുൽ മറാർ എന്നുള്ള ഒരു ഭാഗം. ആ വഴിയിലൂടെ അവർ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന ചില വാക്കുകളുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ സാധിക്കും.
റസൂലുള്ളാഹി അവരോട് പറഞ്ഞു ഖൂലൂ നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, അള്ളാഹിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക, അവനോട് നിങ്ങൾ പാപമോചനം തേടുക. മൻ യസ്അദു സനിയത്തൽ മറാർ, ഈ ദുർഘടം പിടിച്ച് ഈ മലമ്പാത കയറുന്ന ആളുകൾക്കെല്ലാം ഫഇന്നഹു യുഹത്തു അൻഹു മാ ഹുത്ത ബനി ഇസ്രായേൽ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും ബനു ഇസ്രായേലർക്ക് നൽകിയതുപോലെയെന്ന്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കോണ്ടക്സ്റ്റ് സൂറത്തുൽ ബഖറയുടെ 58-ാമത്തെ ആയത്താണ്. അവിടെ ഇത് ഖുൽന ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹ ഹൈസു ശിഅ്തും റഅദൻ വദുഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാക്കും. അള്ളാഹു ബനു ഇസ്രായേലരോട് ഒരു നാട്ടിലേക്ക് തലകുനിച്ച് അല്ലെങ്കിൽ വിനയാന്യതരായിട്ട് ഹിത്തത്തുൻ എന്നുള്ള പദം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഹിത്തത്തുൻ എന്ന് വെച്ചാൽ പാപമോചനം, മഗ്ഫിറത്തിന് വേണ്ടി, പാപം പൊറുക്കാനുള്ള പ്രാർത്ഥനയാണ്. അത് കേട്ട സമയത്ത് അവരുടെ പ്രതികരണം സ്വഹീൽ ബുഖാരിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അവർ തല കുനിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞ സമയത്ത് അവർ പിൻഭാഗം നിലത്തുകുത്തി ഇഴഞ്ഞ് ഹിത്തത്തുൻ എന്ന് പറയേണ്ടതിന് പകരം സമാനായിട്ട് തോന്നിക്കുന്ന മറ്റൊരു പദം ഹിന്തത്തുൻ എന്നവർ പറയാണ്. അതിനർത്ഥം ഗോതമ്പ് മണി എന്നുള്ളതാണ്. ആ രൂപത്തിൽ അവർ അധികാരത്തോടുകൂടെ പ്രവേശിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവരുടെ ആ പ്രതികരണം പല സമയത്തും സെമിഅന വ അസൈന, അവർ കേട്ടു അനുസരണക്കേട് കാണിച്ചു. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ സെമിഅന വ അതഅന, അവരെന്ത് കേട്ടോ അതേ രൂപത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി അവരോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവരൊന്നടങ്കം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു അതേ ഹദീസിൻ്റെ തുടർച്ച, കുല്ലുഹും മഗ്ഫൂറുൻ ലഹു ഇല്ലാ സ്വാഹിബു ജമലിൽ അഹ്മർ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചുവന്ന ഒട്ടകത്തിൻ്റെ ഉടമക്കൊഴികെ. അപ്പം അതാരാണ് ആ ചുവന്ന ഒട്ടകത്തിൻ്റെ ആൾ? അവർ മുഴുവൻ പരതി നോക്കുകയാണ്. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ സംഘത്തിൻ്റെ ഏറ്റവും പിറകിൽ ഒരാൾ അങ്ങേയറ്റം പരിഭ്രാന്തനായിട്ട് നഷ്ടപ്പെട്ട എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്വഹാബികൾ അയാളെ സമീപിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഒരു ചുവന്ന ഒട്ടകം കാണാനില്ല. അപ്പോൾ ഉടനെ തന്നെ ഇവർക്ക് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ ഉദ്ദേശിച്ച വ്യക്തി ഇയാൾ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു തആൽ യസ്തഗ്ഫിർ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, റസൂലുള്ളാഹിനോട് പോയിട്ട് നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ ഉടനെ തന്നെ അയാളുടെ പ്രതികരണം, അയാൾ പറഞ്ഞു നിങ്ങളുടെ ആ സ്വാഹിബ്, നിങ്ങളുടെ ആളുടെ ആ പ്രാർത്ഥനയേക്കാൾ എനിക്കിപ്പോൾ വലുത് ആ ഒട്ടകത്തെ തിരയലാണ്, എനിക്ക് ആ ഒട്ടകമാണ് അതിനേക്കാൾ വലുതെന്ന് അയാൾ അവരോട് മറുപടി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം. അപ്പോൾ അയാളുടെ ആ പ്രതികരണത്തിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. അയാൾ അകത്ത് നിഫാക്കുള്ളൊരു വ്യക്തിയായിരുന്നു. അവിടെ വെച്ച് അയാൾ വഴിമാറി പോവാണ്. അപ്പോൾ ശരിയായിട്ടുള്ളൊരു കാരണത്താലല്ല അയാൾ റസൂലുള്ളാഹിൻ്റെ കൂടെ കൂടിയത്. റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതി ഒരാൾ സ്വഹാബി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നിരവധി യുദ്ധയാത്രകളിൽ നിരവധി മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 101-ാമത്തെ വചനത്തിൽ വമിമ്മൻ ഹൗലക്കും മിനൽ അഅറാബി മുനാഫിഖൂൻ വമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൻ നിഫാഖ് ലാ തഅലമുഹും നഹ്നു നഅലമുഹും, അറാബികളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടുള്ള ചില ആളുകൾ, അതേപോലെ തന്നെ മദീനക്കാരിൽ തന്നെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ അറിയില്ലേ, പക്ഷേ അള്ളാഹുവിനെ അവരെ കൃത്യമായിട്ട് അറിയാമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങേയറ്റം പ്രയാസപ്പെട്ട ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ ആ മലമ്പാതയെല്ലാം താണ്ടി സനിയത്തുൽ മറാറെല്ലാം കടന്ന് ആ മക്കൾക്ക് സമീപത്തുള്ള ആ ഹുദൈബിയ എന്നുള്ള ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ് രാത്രിക്ക് തൊട്ടു മുമ്പായിട്ട്. അപ്പോൾ ഹുദൈബിയ എന്നുള്ളത് മക്കയിൽ നിന്നും ഏകദേശം 10-20 കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് മോഡേൺ ടൈമിൽ അത് ഷുമൈസി എന്നുള്ള പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു കിണറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേരിൻ്റെ ഉത്ഭവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹുദൈബിയ എന്നുള്ള സ്ഥലം ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ആ റൂട്ടിലാണ് കാണുക. അപ്പോൾ ഹജ്ജിനും ഉംറക്കെല്ലാം പോകുന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി മക്ക എത്താനാകുന്നതിൻ്റെ ഒരു അല്പം മുമ്പ് ഷുമൈസി എന്നുള്ളൊരു ബോർഡ് കാണും. അവിടെ പാർക്കിങ്ങിനെല്ലാം വലിയ സൗകര്യം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേസമയം മദീനയിൽ നിന്നും മക്കയിലേക്ക് അന്ന് മറ്റൊരു വഴിയാണ് പ്രവേശിച്ചിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മെയിൻ റൂട്ട് ഒഴിവാക്കി മറ്റൊരു വഴി വന്നതുകൊണ്ട് തന്നെ ഹുദൈബിയയുടെ ഈ ഭാഗത്ത് എത്തിച്ചേരാണ്. അങ്ങനെ ഹുദൈബിയയിൽ എത്തിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം ഖസ്വ അത് അവിടെ മുട്ടുകുത്തിയിരുന്നു. സ്വഹീൽ ബുഖാരിയിൽ കാണുന്ന ഹദീസിൽ ആളുകൾ മുഴുവൻ അതിന് മുന്നോട്ട് തെളിച്ചു, ഹൽ അവർ മുന്നോട്ട് തെളിച്ചു. ആ സമയത്തും ആ ഒട്ടകം നീങ്ങുന്നില്ല, ആ ഒട്ടകം അവിടെ തന്നെ മുട്ടുകുത്തിയിരിക്കുകയാണ്. അപ്പം അത് കണ്ടപ്പോൾ സ്വഹാബികൾ പല ആളുകളും പറഞ്ഞു ഖലഅത്തിൽ ഖസ്വ, റസൂലുള്ളാഹിൻ്റെ ഒട്ടകം ക്ഷീണിച്ചിരിക്കുകയാണ്, അത് തളർന്നിരിക്കുകയാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറഞ്ഞു മാ ഖലഅത്തിൽ ഖസ്വ വമാ ദാക ലഹാ ബിഖുലുഖ്, ഖസ്വ ക്ഷീണിച്ചതൊന്നല്ല, അത് അവളുടെ സ്വഭാവമല്ല, വലാകിൻ ഹബസഹ ഹാബിസുൽ ഫീൽ, ആനയെ തടഞ്ഞു വെച്ചവൻ ആ ഖസ്വയെ തടഞ്ഞതാണ്. അവിടെ എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? ആ പ്രസ്താവന മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ വർഷം അരങ്ങേറിയ ആനക്കലഹ സംഭവം പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീലിൽ അള്ളാഹു പരാമർശിക്കുന്ന ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും സംഘവും വന്ന് മഹ്മൂദ് എന്നുള്ള പേരുള്ള ഒരു ആനയായിട്ട് വന്ന് ആ ആന കഅബക്കരികെ എത്തിയ സമയത്ത് അവിടെ മുട്ടുകുത്തുകയാണ്. കഅബക്ക് നേരെ ആന തിരിയുന്നില്ല, മറ്റേത് ദിശയിലേക്കും തിരിയാണ്. അങ്ങനെ അവസാനം അവിടെ വെച്ച് വർസൽ അലൈഹിം ത്വയ്റൻ അബാബീൽ, അള്ളാഹു അബാബീൽ എന്നുള്ള പക്ഷികളെ വിട്ട് ആ കഅബയെ സംരക്ഷിച്ച ആ സംഭവം ഓർക്കുന്നുണ്ടാവും.
അപ്പോൾ അവിടെ ആനയെ അന്ന് മുട്ടുകുത്തിച്ച അതേ നാഥനാണ് ഇന്ന് ഈ കസ്വയെ അവിടെ മുട്ടുകുത്തിച്ചെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവനയിൽ പറയുന്നത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹിൻ്റെ അനുയായികളുടെയും തീരുമാനം ആ മക്കയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അള്ളാഹിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു, അതവിടെ നടപ്പിലാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അസത്യത്തിൻ്റെ പക്ഷത്തായിരുന്ന അബ്രഹത്തിൻ്റെ ആനയെ മുട്ടുകുത്തിച്ച കഅബയെ സംരക്ഷിച്ച അതേ അള്ളാഹു ഇന്ന് സത്യത്തിൻ്റെ പക്ഷത്തായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും അവിടെ തടഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടും കഅബയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഘോര സംഘട്ടനം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഇരുകൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കും. അപ്പോൾ അതവിടെ നടക്കരുതെന്നായിരുന്നു അള്ളാഹിൻ്റെ തീരുമാനം. അപ്പോൾ സൂറത്തുൽ ഫത്ഹിൻ്റെ 24-ാമത്തെ വചനത്തിൽ വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വ ഐദിയക്കും അൻഹും ബി ബത്നി മക്ക, അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്, അത് പിന്നീട് നമ്മൾ പരാമർശിക്കും. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. അപ്പോൾ സമാനമായിട്ടുള്ളൊരു സംഭവം വളരെ നേരത്തെ നിങ്ങൾ സീറയിൽ ഓർക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി ഹിജറ ചെയ്ത് മദീനയിലേക്ക് വരുന്ന ആ സമയത്ത്, റസൂലുള്ളാഹി മദീനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അൻസാറുകൾ മുഴുവൻ ഓരോരുത്തരായിട്ട് റസൂലുള്ളാഹിനെ അതിഥിയായിട്ട് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ആ ഒട്ടകത്തിൻ്റെ ആ കടിഞ്ഞാണ് പിടിച്ച് വലിച്ച സമയത്ത് റസൂലുള്ളാഹി അന്ന് പറഞ്ഞിരുന്നു ദഊഹ ഫഇന്നഹ മഅ്മൂറ, അതിന് നിങ്ങൾ വിട്ടേക്ക്, അത് ആ കൽപ്പന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണത് പോകുന്നതെന്ന്. അതിനുശേഷം ആ ഒട്ടകം നീങ്ങി അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ പോയി മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. അവിടെയാണ് പിന്നീട് ആ മസ്ജിദ് നബവി എന്നുള്ള പള്ളി ഉയരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സമീപത്തുണ്ടായിരുന്നൊരു വീട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു അല്പകാലം താമസിക്കുന്നതെല്ലാം ആ മദീനൻ സീറയുടെ ആദ്യത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ സാന്ദർഭികമായിട്ട് പരാമർശിക്കേണ്ട മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിൻ്റെ ഒട്ടകത്തിൻ്റെ പേര് ഖസ്വ, അതിൻ്റെ പ്രവൃത്തി, അതല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് കഴുതയുണ്ടായിരുന്ന ദുൽദുൽ. അപ്പോൾ ഇത്തരം റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ താടിയിലും മുടിയിലുമായിട്ട് 14 ശഅറത്തൻ ബൈളാ, 14 നരച്ച മുടികളുണ്ടായിരുന്നു. അത്രയും മൈക്രോ ഡീറ്റെയിലുകൾ പോലും അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ഹദീസിനെതിരെയെല്ലാം ഇതേ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും കൃത്യമായിട്ട് റസൂലുള്ളാഹിൻ്റെ ആ ജീവിതം, ആ സുന്നത്ത് അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം അതും പരിശുദ്ധ ഖുർആൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. കാരണം ഹദീസ് മനസ്സിലാക്കാൻ ഖുർആൻ ആവശ്യമുള്ളതിനേക്കാൾ ആ ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസ് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു അത്തരം ഡീറ്റെയിൽ റസൂലുള്ളാഹിയായിട്ട് ബന്ധപ്പെട്ട അത്തരം ഡീറ്റെയിലുകളെല്ലാം അള്ളാഹു സംരക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം ഹുദൈബിയയിൽ അവിടെ മുട്ടുകുത്തി. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്ന ചില വാക്കുകളുണ്ട്, സ്വഹീൽ ബുഖാരി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മ ഖാല വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ യസ്അലൂനനി ഖുത്തതൻ യുഅല്ലിമൂന ഫീഹാ ഹുറുമാത്തില്ലാഹി ഇല്ലാ അതൈതുഹും ഇയ്യാ, അള്ളാഹിൻ്റെ പവിത്രതകളെ ബഹുമാനിക്കുന്ന ഏതൊരു പദ്ധതി അവർ ചോദിച്ചാലും, അതായത് ഖുറൈശികൾ ചോദിച്ചാലും ഞാനത് അവർക്ക് നൽകിയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് റസൂലുള്ളാഹി പറയുന്ന പ്രസ്താവന അതെന്താണെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർ ചോദിക്കുന്ന എന്തും ഞാൻ നൽകും, ആര് ചോദിക്കും എന്ത് നൽകും, അതിനെ സംബന്ധിച്ചൊന്നും റസൂലുള്ളാഹി വ്യക്തമായിട്ട് പറയുന്നില്ല. അതിൻ്റെ ഉത്തരം ഒരല്പം കഴിയുമ്പോൾ അവർക്ക് മുഴുവൻ മനസ്സിലാകാൻ പോവുകയാണ്. കാരണം വരാനിരിക്കുന്ന ഒരു സന്ധ്യയെ സംബന്ധിച്ചാണ്, ഒരു പ്രവചനം എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി അവിടെ പറയുന്നത്. അത്തരത്തിലൊരു സന്ധ്യയെ സംബന്ധിച്ച് യാതൊരു സൂചന ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അവർ യുദ്ധത്തിന് വരും, ആ രൂപത്തിലുള്ള ഭീതിയിലാണ്. പിന്നീട് ഖുറൈശികൾ അവിടെ വരുന്നുണ്ട്. അവർ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കണ്ടീഷൻ അവർ മുന്നിൽ വെക്കുന്നുണ്ട്. അതെല്ലാം റസൂലുള്ളാഹി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരാനിരിക്കുന്ന സന്ധ്യയെ സംബന്ധിച്ചുള്ളൊരു സൂചന എന്നുള്ള രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി മുട്ടുകുത്തിയിരുന്ന തൻ്റെ ഒട്ടകത്തെ തെളിച്ചു. ഒട്ടകം ചാടി എഴുന്നേറ്റു. അത് ഒരല്പം നടന്ന് നീങ്ങി ഹുദൈബിയയുടെ അങ്ങേ അറ്റത്തുള്ള ആ കിണറിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ ആ പ്രധാന റൂട്ടിൽ നിന്നും വഴി മാറിയിട്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ പ്രധാന റൂട്ടിൻ്റെ പല ഭാഗത്തും കിണറും വെള്ളവും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ലഭിക്കും. അപ്പോൾ അവർ മറ്റൊരു ദുർഘടം പിടിച്ച വഴി വന്നതുകൊണ്ട് തന്നെ ആ വഴിയിലൊന്നും അവർക്ക് വേണ്ട വെള്ളമോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അങ്ങേയറ്റം ദാഹിച്ച് അവശരായിട്ടുണ്ട്. അപ്പോൾ അവർ ആ കിണറ്റിലേക്ക് നോക്കിയ സമയത്ത് അതിൽ വെള്ളമില്ല. അപ്പോൾ ചിന്തിക്കണം, 1400ഓളം ആളുകളുണ്ട്, അവരുടെ കൂടെയുള്ള ബലിമൃഗങ്ങൾ 70ഓളം ബലിമൃഗങ്ങൾ. അപ്പോൾ അവർക്ക് കുടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം വെള്ളം ആവശ്യമുണ്ട്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് അവർ ആ പരാതി ബോധിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അമ്പ് കൊടുത്തിട്ട് അത് ആ കിണറ്റിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ മറ്റുള്ള ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി പോയി ആ കിണറിൻ്റെ കരയിലിരുന്ന് ഒരല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുശേഷം അത് വായിൽ വെച്ച് റസൂലുള്ളാഹി ആ കിണറ്റിലേക്ക് തുപ്പാണ്. അവിടെ ഒരു മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. അതോടുകൂടെ ആ കിണറ്റിനടിയിൽ നിന്നും ജലം ശക്തമായിട്ട് ആ ജലത്തിൻ്റെ ഉറവ പ്രവഹിക്കാൻ തുടങ്ങുകയാണ്. ആ വറ്റിയ കിണർ ഉടനെ തന്നെ നിറഞ്ഞു വരാൻ തുടങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മൊത്തം ആളുകളും 1400 ആളുകളും അവർക്ക് വേണ്ടത്ര വെള്ളം അതിൽ നിന്നും ശേഖരിച്ചു. അതോടൊപ്പം
അവരുടെ ആ യാത്രാ വാഹനങ്ങൾ, ആ മൃഗങ്ങളെല്ലാം അതിൽ നിന്നും വെള്ളം കുടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾ ഈ ഒരു വലിയ മുഅ്ജിസത്തിന് അവർ മുഴുവൻ സാക്ഷിയാവുകയാണ്. ഇനി നമ്മൾ മക്കയുടെ ഭാഗത്തേക്കൊന്ന് ഫോക്കസ് ചെയ്യുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുയായികളെയും പ്രതീക്ഷിച്ച് ഖാലിദ് ബിൻ വലീദും സംഘവും മറ്റൊരു വഴിയിൽ, ആ പ്രധാന വഴിയിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി വഴി മാറിപ്പോവാണ്. അത് പിന്നീട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് ഒരല്പം കഴിയുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എത്ര തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും അഭൗതികമായിട്ടുള്ള എന്തോ ഒരു സഹായം റജുലും മംനൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ട്. അതായത് എൻ്റെ പദ്ധതികളെല്ലാം മറികടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്തുടനീളം സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത്. നേരത്തെ ആ സ്വലാത്തുൽ ഖൗഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ മുസ്ലിങ്ങൾ ഈ സമയത്ത് വഴിമാറി സഞ്ചരിച്ച് മക്കയുടെ സമീപത്തുള്ള ഹുദൈബിയയിലുള്ളതായിട്ട് ഖുറൈശികൾ മനസ്സിലാക്കുകയാണ്. അവിടെ വെച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒരു അപ്രതീക്ഷിത ആക്രമണം, ഒരു സർപ്രൈസ് അറ്റാക്ക് ഖുറൈശികൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, സിറിയയിൽ പലപ്പോഴും പ്രധാനമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അതിൻ്റെ ആ ഒരു ക്രൊണോളജിയാണ്, അതിൻ്റെ ആ സംഭവത്തിൻ്റെ ഓർഡറിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഉഹുദായിട്ട് ബന്ധപ്പെട്ടും ബദറിൽ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ആ സംഭവത്തിൻ്റെ ഓർഡറിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കുക എന്നുള്ളത്. ഇപ്പോൾ ABCD എന്നുള്ളത് ഓരോ സംഭവമാണെങ്കിൽ ചില ആളുകൾ അത് CDBA എന്നുള്ള ഓർഡറിൽ, ചില ആളുകൾ BADC, ഇതേ രൂപത്തിൽ വ്യത്യസ്ത ഓർഡറുകളിൽ കാണാൻ സാധിക്കും. അതേസമയം ആ സംഭവം 100% ആധികാരികമാണ്. പക്ഷേ ആ ഓർഡറിൻ്റെ കാര്യത്തിൽ അതിൽ ചില കൺഫ്യൂഷൻ, അത് ഹുദൈബിയയുടെ ഏത് പോയിന്റിലാണ് അരങ്ങേറിയത് എന്നുള്ളതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ പറയാൻ പോകുന്ന ആ സംഭവം ചില ആളുകൾ അത് ഹുദൈബിയയുടെ തുടക്കത്തിലാണെന്നും ചില ആളുകൾ അവസാനത്തിലാണെന്നെല്ലാം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ആ സംഭവം സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ മുസ്നദ് അഹമ്മദിലെല്ലാം ആധികാരികമായിട്ട് ഉദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഖുറൈശികൾ രഹസ്യമായിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി 80ഓളം ആയുധധാരികളായിട്ടുള്ള ആളുകളെ പറഞ്ഞയക്കുന്നത്, മുഖമെല്ലാം മറച്ച് അവർ ആ തനഈം മലയുടെ ആ ഭാഗത്തുകൂടെ ഒരു പാതിരാവിൻ്റെ മറവിൽ, അതല്ലെങ്കിൽ ആ ഫജ്ർ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് മുസ്ലിങ്ങൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെല്ലാം നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പാറാവുകാരെ ഓൾറെഡി അവിടെ നിർത്തിയിരുന്നു. ഇപ്പോൾ ഈ ആളുകൾ വന്ന ഉടനെ തന്നെ ഈ മുഹമ്മദ് ബിൻ മസ്ലമയും സംഘവും അവർ വളഞ്ഞിട്ട് കയ്യോടെ ഒരു പരിക്കും ഒരു സംഘട്ടനും കൂടാതെ തന്നെ ഈ 80 ആളുകളെയും പിടികൂടാണ്. അങ്ങനെ അവരെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കി. ഇപ്പോൾ ഇവർക്കെതിരെ എന്ത് ശക്തമായിട്ടുള്ള നടപടിയും സ്വീകരിക്കാനുള്ള ന്യായം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അവരെ വധിച്ച് ഖുറൈശികൾക്ക് മറുപടി നൽകുക, അതെല്ലാം ചെയ്യാം. പക്ഷേ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 80 ആളുകൾക്കും മാപ്പ് നൽകി അവരോട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയുകയാണ്. അത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. ഈ രൂപത്തിൽ കയ്യോടെ പിടികൂടി പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റസൂലുള്ളാഹി അവിടെ ചെയ്തത് ആ യുദ്ധമില്ലാതെ തന്നെ ആ സമാധാനം പുലരണമെന്ന് റസൂലുള്ളാഹി അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. അവരിൽ ഏതെങ്കിലും ഒരാളെ വധിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ സന്ധിയെല്ലാം നിലവിൽ വരുന്ന കാര്യം അത് ചോദ്യചിഹ്നമായിട്ട് മാറും. ഈ ഒരു സംഭവത്തിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ ഫത്ഹിൻ്റെ 24ാമത്തെ ആയത്ത് അവതരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഅൻസലല്ലാഹു അസ്സ വജൽ, ആ 24ാമത്തെ ആയത്ത്, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വ ഐദിയക്കും അൻഹും ബി ബത്നി മക്ക. മക്കയുടെ പരിസരത്ത് വെച്ച് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും തടഞ്ഞത് അള്ളാഹുവാണ്. അതായത് പരസ്പര സംഘടന ഇല്ലാതെ പിരിഞ്ഞത് അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്. ശേഷം ആയത്തിൽ മിൻ ബഅദി അൻ അദ്ഫറക്കും അലൈഹിം, അവരുടെ മീതെ നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം, അതായത് ഈ 80 ആളുകളെ അവരെ കയ്യോടെ പിടികൂടിയതിന് ശേഷമാണ് റസൂലുള്ളാഹി അവരെ വിട്ടയച്ചത്. അത് അള്ളാഹിൻ്റെ അനുഗ്രഹമായിട്ട് പറയാണ്. വക്കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാണ്. ശേഷം 25ാമത്തെ ആയത്ത് മനോഹരമാണ്. അവിടെ അള്ളാഹു അത് തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് 25ാമത്തെ ആയത്ത്. ഹുമുല്ലദീന കഫറു വസദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിലേക്ക് എത്താതെ നിങ്ങളെ തടഞ്ഞത് അത് അള്ളാഹു ആയിരുന്നു, അള്ളാഹിൻ്റെ പദ്ധതിയായിരുന്നു. നേരത്തെ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം കസ്വ മുട്ടുകുത്തിയതല്ല, ഇതുമായിട്ട് ചേർത്ത് വായിക്കുക. അപ്പോൾ അവിടെ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും മക്കയിലേക്ക് എത്തും, ഖുറൈശികൾ നോക്കി നിൽക്കില്ല, അവരെ ആക്രമിക്കും. അങ്ങനെ അവർക്കിടയിൽ പരസ്പരം ഒരു ഘോര സംഘടന ആയിരിക്കും പിന്നീട് അരങ്ങേറുക. അപ്പം അങ്ങനെ അരങ്ങേറിക്കഴിഞ്ഞാൽ മക്കയിൽ ഖുറൈശികൾ മാത്രമല്ല നിരവധി സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളും അവിടെയുണ്ട്. അതോടൊപ്പം അള്ളാഹു പറയുന്ന ഒരു കാര്യം, വലൗല റിജാലു മുഅ്മിനൂന വനിസാഉ മുഅ്മിനാത്തും ലം തഅലമൂഹും, ആ വിശ്വാസം അകത്ത് സ്വീകരിച്ച് ഖുറൈശികളെ ഭയന്നത് വെളിപ്പെടുത്താത്ത, നിങ്ങൾ പോലും അറിയാത്ത നിരവധി വിശ്വാസിനികൾ അവിടെയുണ്ട്. ലം തഅലമൂഹും, അവരെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്കറിയാം. അള്ളാഹ് പറയാണ്, അവർക്ക് ഹിജറ ചെയ്യാനൊന്നും നിവൃത്തിയില്ലാതെ കുടുങ്ങി ആ മക്കൾക്കകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പൊതുസംഘടന നടക്കുകയാണെങ്കിൽ, ഫതുസീബക്കും മിൻഹും മഅറത്തൻ ബിഗൈരി ഇൽം, ഒരു പൊതുസംഘടന നടക്കുകയാണെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള പല ആളുകൾക്കും നിങ്ങളാൽ ആപത്ത് നേരിടേണ്ടി വരും. അപ്പോൾ അത് പാടില്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവിടെ അവരെ തടഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഹൃദയം സ്ക്രീൻ ചെയ്ത്, അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ഇന്റേണൽ പിക്ചറാണ് അള്ളാഹു ഈ ആയത്തിൽ നൽകുന്നത്. പറയുന്ന സമയത്ത് ഓർക്കുന്നത്, മക്കൻ സീറിയുടെ ആദ്യത്തിൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആ ഖുറൈശികൾ ശക്തമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച സമയത്ത്, ആ പീഡനം അസഹ്യമായ സമയത്ത് നിർബന്ധം കാരണം അദ്ദേഹം ചില കുഫറിൻ്റെ പദങ്ങൾ ഉച്ചരിച്ചു പോകുന്നുണ്ട്. അപ്പം അങ്ങേയറ്റം വിഷമത്തോടുകൂടെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, കൈഫ തജിദു ഖൽബക യാ അമ്മാർ,
ഓ അമ്മാർ, നീ നാവ് കൊണ്ട് പറഞ്ഞത് പോട്ടെ, നിൻ്റെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുത്തുമഅന്നൻ ബിൽ ഈമാൻ, ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ല, ഹൃദയത്തിൽ ആ വിശ്വാസം അതേ രൂപത്തിൽ തന്നെയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇനിയും അവർ ആക്രമിക്കുകയാണെങ്കിൽ, നിർബന്ധിക്കുകയാണെങ്കിൽ ഇനിയും പറഞ്ഞുകൊള്ളുക, കാരണം അള്ളാഹു നോക്കുന്നത് ആ ഹൃദയത്തിലേക്ക് മാത്രമാണ്. ഹൃദയം അറിയാവുന്നവൻ്റെ മതമാണിത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലും വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്നവനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആയത്തിലും അള്ളാഹു പറയുന്നത്, അതായത് നിങ്ങൾക്ക് പോലും അറിയില്ല, പക്ഷേ അവിടെയുള്ള ഹൃദയം കൊണ്ട് ആ വിശ്വാസം സ്വീകരിച്ച ആളുകളെ എനിക്കറിയാമെന്നുള്ളത്. അതിൻ്റെ ഒരു മറുവശം നേരത്തെ ഞാൻ പറഞ്ഞു. സൂറത്ത് തൗബയുടെ 101-ാമത്തെ വചനത്തിൽ മദീനയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും വമിമ്മൻ ഹൗലക്കും മിനൽ അറാബി മുനാഫിഖൂൻ വമിൻ അഹ്ലിൽ മദീനത്തി മറദു അലൽ നിഫാഖ് ലാ തഅലമുഹും നഹ്നു നഅലമുഹും, അള്ളാഹു പറയുന്നുണ്ട്. ആ മദീനൻ സൊസൈറ്റിയിൽ നിങ്ങൾക്കിടയിലുള്ള അറാബികൾ, അതേപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരിൽ ചില മുനാഫിക്കുകളുണ്ട്, അവരെ നിങ്ങൾക്കറിയില്ല, പക്ഷേ എനിക്കറിയാമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അവിടെ ഒരു ഇൻറ്റേർണൽ പിക്ചർ, ആ ഹൃദയം സ്കാൻ ചെയ്താണ് ഇവിടെ എല്ലാം സംസാരിക്കുന്നത്. ശേഷം ഇതേ ആയത്തിൻ്റെ തുടർച്ചയിൽ അള്ളാഹു പറയാണ്, ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ, അവരിൽ ചില ആളുകളെ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഈ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന, അതിന് നേതൃത്വം നൽകുന്ന ഖാലിദ് ബിൻ വലീദും ഇക്രിമയും സുഹൈൽ ബിൻ അംറും റളിയല്ലാഹു അൻഹു അജ്മഈൻ, അതേപോലെ തന്നെ അബൂ സുഫിയാൻ അടക്കം പിന്നീട് ആ ഇസ്ലാമിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭാവിയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ചിന്തിച്ചു നോക്ക്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഒരാളുടെ ഹൃദയത്തിനകത്തുള്ളതും ഭാവിയും അതെല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു, അലാ യഅലമു മൻ ഖലഖ്, അള്ളാഹുവാണ് ഇവിടെ സംസാരിക്കുന്നത്. ശേഷം ആയത്തിൻ്റെ അവസാനം ലൗ തസയ്യലു ലഅദ്ദബനല്ലദീന കഫറു മിൻഹും അദാബൻ അലീമ, ഇത് ഈ രൂപത്തിലല്ലായിരുന്നു കാര്യങ്ങളെങ്കിൽ അവർക്കിടയിലുള്ള അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷ ഞാൻ നൽകുമായിരുന്നു. ആ ഒരു താക്കീതോടു കൂടെയാണ് ആ ഒരു ആയത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഖുറൈശികളുടെ ആ ഒരു രഹസ്യ ശ്രമം അതവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എളിഭ്യരായിട്ടുള്ള ഖുറൈശികൾ അവസാനം അവർ മുസ്ലിങ്ങളായിട്ട് ചില ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിരവധി എമിസറീസ് അവർ പരസ്പരം ദൂതന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുന്നുണ്ട്. ആ ചർച്ചയുടെയും അതേപോലെ തന്നെ അതിൻ്റെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ചുള്ള ആ വിഷയങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അടുത്ത ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. അള്ളാഹു റസൂലുള്ളാഹിൻ്റെ ആ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. പട്ടിണിയും പ്രയാസവും കാരണം കഷ്ടപ്പെടുന്ന ഗസയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, അള്ളാഹുവെ അവർക്ക് നീ എല്ലാ എളുപ്പവും പ്രദാനം ചെയ്യുമാറാകണേ. ഭക്ഷണം പോലും നിഷേധിച്ച് ക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഇരുലോകത്ത് നീ നിന്ദ്യത നൽകുമാറാകണം. അല്ലാഹുമ്മ അരിനി അജാഇബ ഖുദ്റതിക്, അല്ലാഹുമ്മ അൻസിർ ഇഖ്വാനനാ ഫി ഗസ്സ, അല്ലാഹുമ്മ അഹ്ലിക്കിൽ ളാലിമീന ബിൽ ളാലിമീൻ വഅഖ്രിജ്നാ മിൻ ബൈനിഹിം സാലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.